സമ ഓർഗനൈസ് ചെയ്യുന്ന ആദ്യത്തെ ഇവൻറ്റ് ഓണം. പറയാതെ വയ്യ, സൂപ്പറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റൊക്കെ കുറച്ചൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ആൻഡ് ബിലേറ്റഡ് ഹാപ്പി ഓണം. ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്കും ഹാളൊക്കെ ഫില്ലായി, ആൾക്കാരൊക്കെ എത്തി. കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ചിലവരൊക്കെ ഞാൻ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് വഴി മാത്രം അറിയുന്ന ആൾക്കാരെ ഫൈനലി മീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മളുടെ മാവേലി ഇവിടെ റെഡിയാണ്. നമ്മളെ മാവേലി എന്ന് പറയുമ്പോൾ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. കഴിഞ്ഞ വർഷവും ഈ വർഷവും മനോരമക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു റിപ്പോർട്ട് ഓണം പ്രോഗ്രാമിൽ ഹെൻറിനെ കുറിച്ച് ആഡ് ചെയ്യണമെന്ന് ഇപ്പോൾ നിർബന്ധം പോലെയാണ്. അങ്ങനെ ആ 2 റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ ഇടാം കേട്ടോ. So today, it's that day when we are actually going to welcome our beloved Maveli. So let's all put our hands together to welcome the King Maveli. ഈ തവണ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് ഇന്ത്യൻ അംബാസഡർ ആയിരുന്നു. പറയാതെ വയ്യ, ആളുടെ സ്പീച്ച് വേറെ ലെവൽ തന്നെയായിരുന്നു. ഓണത്തിനെക്കുറിച്ചും കേരളത്തിനെക്കുറിച്ചും എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ സംസാരിച്ചത്. ഈവൻ നമ്മൾ മലയാളികളെ കുറിച്ചും നമ്മളെ ശരിക്കും പ്രൗഡാക്കിയൊരു സമയം തന്നെയായിരുന്നു. സോ ഞാൻ കുറച്ച് അതിൻ്റെ ക്ലിപ്പ് ഒന്ന് ഇട്ടുതരാം കേട്ടോ. Extremely successful, extremely dynamic, and representing perhaps one of the most beautiful aspects of India's cultural heritage. For me, Kerala is not just God's own country, it is a country of just beautiful people. And today, at the time of Onam, we experience everything that is beautiful about the Malayalee community and the people of Kerala. പ്രോഗ്രാം നല്ല സ്മൂത്തായി പോകാൻ കാരണം എന്ന് വെച്ചാൽ ബാക്കിൽ കുറേ പേര് ഓടുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതൊന്നും ആസ്വദിക്കാതെ കുറേ നേരം ബാക്ക് സ്റ്റേജിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡീറ്റെയിൽസിലുമൊക്കെ സമയം സ്പെൻഡ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ പ്രോഗ്രാം പോയി. സമ ഒരു ഓൺലൈൻ ക്വിസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിന്നേഴ്സിന് മൊമെൻറ്റോ കൊടുത്തത് അംബാസഡർ തന്നെ. They were united next to the end and finally able to put the keyboard on top. Thank you, Your Excellency. And congratulations to all the winners. ആദ്യത്തെ ഐറ്റം തിരുവാതിരക്കളിയായിരുന്നു. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ബാക്കി വരുന്ന പ്രോഗ്രാംസ് ശരിക്കും പറഞ്ഞാൽ എനിക്കെല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. റെക്കോർഡ് ചെയ്യാൻ പറ്റിയതും പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഷെയർ ചെയ്തിരുന്ന വീഡിയോ ക്ലിപ്സും വെച്ചിട്ട് ഞാൻ പ്രോഗ്രാംസിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം കേട്ടോ. ഈ പ്രാവശ്യം പ്രൊഫഷണലായിട്ട് പാടുന്ന കുറേ പിള്ളേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പാടുന്ന പിള്ളേരും ഉണ്ടായിരുന്നു. അതുപോലെയാണ് ഇവിടെ നമ്മളെ ദിയ കുട്ടിയും പിന്നെ സാറ കുട്ടിയും നല്ല സൂപ്പറായിട്ട് രണ്ടുപേരും പെർഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റേജിൽ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ബാക്ക് സ്റ്റേജിൽ എന്താ നമുക്ക് നോക്കാം.
പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് അവരോട് ഇഞ്ചി നാരങ്ങ മാങ്ങ പച്ചടി കിച്ചടി പിന്നെ തോരൻ കിച്ചടി ഒരെണ്ണേ ഉള്ളൂ. ഓവർലാപ്പ് ചേട്ടാ ഒരു കായ് ഉപ്പേരി തരാമോ? ഇനിയൊരു അടിപൊളി പെർഫോമൻസ്, അത് പറയാതെ വയ്യ, നല്ല സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. ആൻഡ് അവർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പറ്റം ആൾക്കാർ അവരുടെ ഓഡിയൻസിലുണ്ടായിരുന്നു. ഓഡിയൻസ് അഥവാ അങ്ങനെ ഓഡിയന് ഒരു സ്പെഷ്യൽ മെൻഷൻ. ഇതിൻ്റെ ഇടയിൽ മനോരമയ്ക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ സഹായിച്ച ഹെൻറി, ഹാഷിം, പിന്നെ ക്രിയാക്ട് പാരീസ്, വീഡിയോഗ്രാഫി ടീം, നിങ്ങളോട് എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു. സദ്യ പുറത്തു നല്ല മേടിച്ചത് കമ്മിറ്റി മെമ്പേഴ്സും സ്റ്റുഡൻസും ഒക്കെ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത്. അടിപൊളിയായിരുന്നു. സദ്യ കഴിക്കാൻ നേരത്തും എൻ്റർടൈൻമെൻറ്റിന് ഒരു കുറവുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം ഓഡിയൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം അവർ സ്റ്റേജിൽ വരെയും കയറി പെർഫോം ചെയ്തു. അങ്ങനെ ഈ ഒരു അടിപൊളി ആംബിയൻസിലാണ് നമ്മളുടെ സമ ഓർഗനൈസ് ചെയ്ത ആദ്യത്തെ ഓണം അവസാനിക്കുന്നത്. നല്ല സൂപ്പറായിരുന്നു. എല്ലാം പെർഫെക്റ്റ്ലി പോയി. എല്ലാവരും അടിച്ചു പൊളിച്ചു. എന്തായാലും ഇനി അടുത്ത വർഷം ഇതിനേക്കാളും ഗംഭീരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ. നമുക്കെന്നാൽ ഇവിടെ നിർത്താം. ഈ ഒരു വ്ളോഗ് ഇവിടെ നിർത്താം. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. സീ യു. ബൈ.